ഇസ്രയേൽ അഹങ്കാരത്തോടു കൂടി എത്രയോ ആളുകളെ കൊന്നുകളഞ്ഞു. അമേരിക്ക ഒന്നും മിണ്ടിയില്ലല്ലോ. ഇപ്പോൾ ഇറാൻ ഒരു അറ്റാക്ക് നടത്തി. അപ്പോൾ അമേരിക്ക ഞങ്ങളൊക്കെ ഇടപെടും. ബ്രിട്ടൻ എണീച്ചു. ഇസ്രയേലിന് തൊടാൻ പറ്റില്ല, വലിയ പ്രശ്നമാണ് അവർക്ക്. ഈ ഉത്തര കൊറിയയിലെ കിങ് ജോൺ ഉൻ എന്ന് പറയുന്ന ഇയാളുണ്ടല്ലോ, ഭയങ്കര ക്രൂരമായ രീതിയിൽ ആ രാജ്യം ഭരിക്കുന്നൊരു ആളാണ്. ഇയാൾക്കെതിരെ അമേരിക്ക ഒന്നും ചെയ്യില്ല, പേടിയുണ്ട്. കാരണം വെച്ചാൽ ഇയാൾ ഈ ആണവ മിസൈൽ കൂടുന്ന ഇടയും വിടും, ഭയങ്കര പേടി ഇയാളെ. ഇനി ചൈനയും കൂടും. ഈ അറബ് രാജ്യങ്ങളെയും ഒക്കെ ഈ അമേരിക്ക പണ്ട് മുതൽ പേടിപ്പിച്ച് അവിടെ ആയുധങ്ങൾ കൊടുത്ത് എല്ലാ അലിഗേഷൻസും വിഭാഗീയതയൊക്കെ ഉണ്ടാക്കിയിട്ട് തല്ലുപിടിപ്പിച്ച് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെല്ലാം അമേരിക്ക. ഈ അമേരിക്കയാണ് ഈ ലോകത്തൊക്കെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ആയുധം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ ലോക പോലീസായിട്ട് നിന്നിട്ട് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഉപരോധം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ സാധനങ്ങളൊന്നും കയറ്റിക്കാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപരോധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇറാഖിൽ നാശനഷ്ടം, ഇറാഖ് തകർന്നു കഴിഞ്ഞാൽ വൻ നഷ്ടമാണ് ഇന്ത്യക്ക്. കാരണം ഇന്ത്യയുടെ ഒരുപാട് പ്രോജക്റ്റുകൾ അവിടെ നടക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ പല കാര്യങ്ങളും അവരുടെ റോഡ്, അതുപോലെ തുറമുഖ നിർമ്മാണം, അതുപോലെ പല കാര്യങ്ങളും ഇന്ത്യയിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഡെവലപ്പാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ വക കൊള്ളരുതാമൻ നീതിന്യായം വേണമല്ലോ എന്തിനും. ഒരു വിഭാഗത്തെ ആളുകളെ തൊട്ട് കഴിഞ്ഞാൽ അവർ ഒന്നും മിണ്ടില്ല, വേറെ വിഭാഗത്തെ തൊട്ട് കഴിഞ്ഞാൽ അപ്പണിക്കും. ഇപ്പോൾ ഇസ്രയേൽ ഇത്രയും ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ഇതുപോലെ അടിച്ചിട്ട് അമേരിക്ക എന്താ ഇടപെട്ട് നിർത്തണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിർത്തിക്കാൻ പറ്റാത്ത ഇതൊക്കെയാണ് ഈ കൊള്ളരുതായ്മ എന്ന് പറയുന്നത്. അറബി രാഷ്ട്രങ്ങളിൽ പെട്രോൾ കണ്ടുപിടിച്ച അന്ന് മുതൽ തുടങ്ങിയത് കുമാർ ഈ പ്രശ്നങ്ങളെല്ലാം.